നമസ്കാരം. ബിഗ് ബോസിൻ്റെ ഇച്ചിരി റിവ്യൂടെ ലേറ്റായി പോയിട്ടോ. അത് വേറൊന്നുമല്ല, നമ്മുടെ ഇന്നും എനിക്ക് ഇന്നലെ ഞാൻ എപ്പിസോഡ് ശരിക്കും കണ്ടില്ല. ഇന്ന് ലൈവ് കുറച്ചേ കണ്ടുള്ളൂ. കാരണം എനിക്കത് വിഷമം തോന്നിയുകൊണ്ടാണ് ഞാൻ ആ ലൈവ് കാണാത്തത് കേട്ടോ. അത് വേറൊന്നുമല്ല, നമ്മുടെ ജിൻഡപ്പനെ തന്നെ, നമ്മുടെ ജിൻഡോയെ ഫിസിക്കൽ അസാൾട്ട് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ലൈവ് ഞാൻ ഇന്നലത്തെ വേറെ യൂട്യൂബ്സിൽ കണ്ടതാട്ടോ. ജിൻഡോയെ ശരിക്കും പറഞ്ഞാൽ ഗബ്രി പറഞ്ഞ ആരോപണമൊക്കെ സത്യമല്ലായിരുന്നു. ജിൻഡോയെ അങ്ങനെ മുറുകെ പിടിച്ചിട്ടൊന്നുമില്ല. ഗബ്രി അങ്ങനെ അതുപോലെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്നാണ് ആ വീഡിയോയിൽ ഞാൻ കണ്ടത്. അതുമാത്രമല്ല, ശരണ്യനെ മുടി പിടിച്ച് വലിച്ച് അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല എന്നാ പറഞ്ഞ്. എന്നാലും പാവം ജിൻഡോയ്ക്ക് എന്തായാലും ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വീട്ടിലുള്ള എല്ലാവരും ജിൻഡോയ്ക്കെതിരാണ്. കാരണം കൂടെ നിന്ന് പോലും ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. കൂടെ ഒരേ ഇതുണ്ടായിരുന്ന നമ്മുടെ ജാസ്മിൻ പോലും ഓപ്പോസിറ്റ് ടീമിൻ്റെ കൂടെയാണ്. എന്ത് തന്നെ ആയാലും ജിൻഡോ കരയുന്നുണ്ട്, ജിൻഡോയ്ക്ക് വിഷമമാവുന്നുണ്ട്. അതുപോലെ എന്താ ക്യാപ്റ്റൻസി നോമിനേഷനിൽ പോലും ജിൻഡോയെ 2-3 പേര് നോമിനേഷൻ ചെയ്യുന്നുണ്ട്. നോറയും അഭിഷേക്, ജയദീപും പിന്നെ നമ്മുടെ റസ്മിനുമാണ് മത്സരിക്കുന്നത്. റസ്മിൻ ആകാനാണ് ചാൻസ് കൂടുതൽ. നമുക്ക് നോക്കാം. വോട്ടിങ്ങിന് നോക്കിയാലും അഭിഷേക്, ജയദീപും ആൻഡ് റസ്മിനുമാണ് വോട്ട് ഏറ്റവും കുറവിൽ നിൽക്കുന്നത്. നമ്മുടെ ജിൻഡോ ഇപ്പോഴും നമ്പർ 1 തന്നെയാണ്. ഈ വോട്ടിങ്ങിലാണ് പോണത്. തീർച്ചയായും നമ്മുടെ ചാൻസ് ഉണ്ട് നമ്മുടെ ജിൻഡോ വിന്നാകാൻ. പക്ഷേ അതിൽ ഫിസിക്കൽ അസാൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്താക്കി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ബിഗ് ബോസിൻ്റെ അതൊരു ഗെയിമാണ്. ഗെയിമിൽ എന്ത് നടക്കും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പ്രവചനാതീതമാണ് അല്ലേ. അപ്പോൾ അതേമാതിരി ഇത് ഇന്നത്തെ ജയിലിൽ ജാസ്മിൻ കിച്ചണിൽ ഡ്യൂട്ടി ചെയ്തില്ല എന്നുള്ള ആരോപണം കാരണം ജാസ്മിൻ ജിൻഡോയാണ് ജയിലിൽ പോകുന്നത്. ജയിലിൽ പോലും നമ്മുടെ ജിൻഡോ മോശമൊന്നുമല്ല കേട്ടോ. നല്ലോണം പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. ഓരോന്നിങ്ങനെ ചൊറിയുന്നുണ്ട്. അതായത് ജാസ്മിൻ വല്ലാണ്ട് പ്രൊവോക്കായി ജിൻഡോയെ തല്ലുന്നുണ്ട് കയ്യിൽ. അതിങ്ങനെ ഫിസിക്കൽ അസാൾട്ടൊന്നും പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഇങ്ങനെ കൈ കൊണ്ട് നമ്മളിങ്ങനെ അടിക്കുന്നത്, ദേഷ്യം വന്ന് കയ്യിലാണ് അടിക്കുന്നത്. തിരിച്ചായിരുന്നെങ്കിൽ അത് ഫിസിക്കൽ അസാൾട്ട് തീർച്ചയായും ആയേനെ. എന്ത് തന്നെയായാലും ലാലേട്ടൻ ഈ ആഴ്ച വരില്ല എന്നും പറയുന്നു. ഈ ആഴ്ച ലാലേട്ടന് വരാൻ പറ്റില്ല എന്നും പറയുന്നു. എന്ത് തന്നെയായാലും എലിമിനേഷൻ ആവുന്ന റസ്മിൻ അല്ലെങ്കിൽ അഭിഷേക് ജയദീപ് എലിമിനേഷനാണ്. ഇപ്പോഴത്തേക്കും ജിൻഡോ വോട്ടിങ്ങിൽ നമ്പർ 1 തന്നെയാണ്. പ്ലീസ് എല്ലാവരും ജിൻഡോയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന, ജിൻഡോ ഇഷ്ടമുള്ള എല്ലാവരും ജിൻഡോയ്ക്ക് വോട്ട് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് വോട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ മുത്താണ് ജിൻഡോ. നമുക്ക് സപ്പോർട്ട് ചെയ്യാം. താങ്ക്